ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടൻറ്റ് ജോബ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എല്ലാവരും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് അക്കൗണ്ടിങ് ടേംസ്, അതേപോലെ സ്ഥിരമായിട്ട് ഇൻ്റർവ്യൂവിന് ചോദിച്ച് കണ്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് അറിയാണ്ട് നിങ്ങൾ ഒരിക്കലും ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകരുത്. ഓക്കെ, അപ്പോൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്നില്ല കേട്ടോ. ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, അല്ലെങ്കിൽ എന്താ പറയുന്നത്? എക്സ്പ്ലെയിൻ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ അക്രൂവൽ അക്കൗണ്ടിങ് ആൻഡ് ക്യാഷ് അക്കൗണ്ടിങ്, വിച്ച് മെത്തേഡ് ഈസ് ബെറ്റർ? ഒട്ടുമിക്ക ഇൻ്റർവ്യൂവിലും അതിപ്പോൾ ജൂനിയർ ലെവലാവാം, മിഡ് ലെവലാവാം, അല്ലെങ്കിൽ സീനിയർ ലെവൽ അക്കൗണ്ടിങ്, എല്ലാത്തിലും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. എന്താണ് അക്രൂവൽ അക്കൗണ്ടിങ് ആൻഡ് ക്യാഷ് അക്കൗണ്ടിങ്? ഇത് തമ്മിൽ ഡിഫറൻസ് എന്താണ്? ഇതിനകത്ത് ഏതാണ് ബെറ്റർ? ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, എന്താണ് അക്രൂവൽ അക്കൗണ്ടിങ് എന്നുള്ളത് നോക്കാം. എന്താ പറയുന്നത്? റവന്യൂ ആൻഡ് എക്സ്പെൻസസ് ആർ റെക്കോർഡഡ് വെൻ ദേ ആർ ഏൺഡ് ഓർ ഇൻകേർഡ് റിഗാർഡ്ലെസ് ഓഫ് വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ് ഓർ പെയ്ഡ്. എന്താണ് അക്രൂവൽ അക്കൗണ്ടിങ്? ഇതെന്താണ്? ബേസിക്കലി ഇതൊരു അക്കൗണ്ടിങ് കോൺസെപ്റ്റാണ് അല്ലേ? അക്രൂവൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് കോൺസെപ്റ്റാണ്. അതിനകത്ത് എന്താ പറയുന്നത്? ഇൻകം എക്സ്പെൻസും എപ്പോൾ റെക്കോർഡ് ചെയ്യണം അല്ലേ? ബുക്കിൽ റെക്കോർഡ് ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്, അക്രൂവൽ അക്കൗണ്ടിങ്ങിനകത്ത് പറയുന്നത്. ഓക്കെ, എന്താ പറയുന്നത്? റവന്യൂ എപ്പോൾ റെക്കോർഡ് ചെയ്യണം എന്ത് പറയുന്നുണ്ട്? ദേ ആർ ഏൺഡ്. എന്താ ഏൺഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാനാവുക അല്ലേ? ബിസിനസ്സിലേക്ക് ഒരു ഇൻകം കിട്ടാനായോ ആ ടൈമിൽ എന്ത് ചെയ്തോളിയും, ബുക്കിൽ റെക്കോർഡ് ചെയ്തോളി എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് എന്ത്? ക്രെഡിറ്റ് സെയിൽ അല്ലേ? ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കമ്പനി ഈ മന്ത് ഒരു സെയിൽ നടത്തുന്നുണ്ട്, ക്രെഡിറ്റ് സെയിലാണ്. ഓക്കെ, അതിൻ്റെ എമൗണ്ട് നമുക്ക് കിട്ടുന്നത് ഒരു 3 months കഴിഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പോൾ ക്യാഷ് കിട്ടുന്നെന്നുള്ളൂ 3 months കഴിഞ്ഞിട്ടുള്ളൂ. സെയിൽ എന്ന് നടക്കുന്നുണ്ട്, ഈ മന്ത് നടക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ആ ഗുഡ്സ് വിറ്റ് കഴിഞ്ഞാൽ ആ എമൗണ്ട് നമുക്ക് കിട്ടാനായി, ഏൺഡ്. ഓക്കെ, അപ്പോൾ എന്നാണോ ആ സെയിൽ നടന്നത് ഈ മാസം, അപ്പോൾ ഈ മാസം തന്നെ എന്ത് ചെയ്തോളും, ബുക്കിൽ റെക്കോർഡ് ചെയ്തോളും. അല്ലാണ്ട് എപ്പോഴല്ല റെക്കോർഡ് ചെയ്യേണ്ടത്? 3 months കഴിഞ്ഞിട്ട് അത് ക്യാഷ് കിട്ടുന്ന ടൈമിൽ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്താൽ മതിയോ? പോരാന്നാണ് എവിടെ പറയുന്നത്, അക്രൂവൽ അക്കൗണ്ടിങ്ങിനകത്ത് പറയുന്നത്. ഇനി എക്സ്പെൻസിൻ്റെ കേസാണെങ്കിലോ, എക്സ്പെൻസ് എപ്പോൾ റെക്കോർഡ് ചെയ്യാൻ പറയുന്നത്? എക്സ്പെൻസസ് ആർ റെക്കോർഡ് വെൻ ദേ ആർ ഇൻകേർഡ്. എന്താ ഇൻകേർഡ് പറഞ്ഞാൽ? കൊടുക്കാനായി അല്ലേ? ഇൻകത്തിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു, ഏൺഡ് കിട്ടാനായി. അതേപോലെ എക്സ്പെൻസ്, ഇപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണെന്ത്? റെൻറ്റ്. ഇപ്പോൾ ഈ ഒരു മാസം നമ്മളെ ബിസിനസ് ബിൽഡിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ബിസിനസ് ഒരു ബിൽഡിങ്ങിനകത്താണ്, ആ ബിൽഡിങ് റെൻറ്റിനാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു മാസം ആ ഒരു ബിൽഡിങ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അല്ലേ, 1 month കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ റെൻറ്റ് കൊടുക്കാൻ എന്തായി, ലയബിളായി. ഓക്കെ ആണോ? അത് കൊടുത്തോ അല്ലേ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്ത് ചെയ്തോളി നിങ്ങൾ, എക്സ്പെൻസ് ആയിട്ട് ബുക്കിൽ റെക്കോർഡ് ചെയ്തോളി എന്നാണ് ഇവിടെ പറയുന്നത്, അക്രൂവൽ അക്കൗണ്ടിങ്ങിനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മന്ത് നമ്മൾ എന്ത് ചെയ്തു, ബിൽഡിംഗ് യൂസ് ചെയ്തു. ഓക്കെ, യൂസ് ചെയ്തല്ലോ, കൊടുക്കാനായി. ഓക്കെ, അങ്ങനെ ഈ മാസം കൊടുക്കാനുള്ള റെൻറ്റ് നമ്മൾ നെക്സ്റ്റ് മന്ത് ഒരു ലാസ്റ്റ് വീക്കിലേക്കാണ് കൊടുക്കുന്നത്. ഓക്കെ ആടാ, അപ്പോൾ ഈ ഒരു എക്സ്പെൻസ് നമ്മൾ നെക്സ്റ്റ് മന്തിൽ കാണിച്ചാൽ മതിയോ? റെൻറ്റ് എന്ന് പറഞ്ഞിട്ട് പോരാ. ഓക്കെ, ആക്ച്വലി നമ്മൾ പേ ചെയ്യുന്ന എപ്പോഴുള്ളൂ, നെക്സ്റ്റ് മന്ത് ഉള്ളൂ. ഓക്കെ, പക്ഷെ എന്ത് ചെയ്തോളും, ഈ മാസം തന്നെ അല്ലേ, ഈ മാസം കൊടുക്കാനായതാണ്. ഓക്കെ, അപ്പോൾ എക്സ്പെൻസ് ആയിട്ട് ഈ മാസം റെക്കോർഡ് ചെയ്യാനാണ് അക്രൂവൽ അക്കൗണ്ടിങ് പറയുന്നത് അല്ലേ? ഓക്കെ, ഇനി ക്യാഷ് അക്കൗണ്ടിങ് എന്ന് പറയുന്നുണ്ട്. ക്യാഷ് അക്കൗണ്ടിങ് ആണെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ്. ഇവിടെ നമ്മൾ എന്താണ് നോക്കിയിട്ടുള്ളൂ, അല്ലെങ്കിൽ എന്ത് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ, കിട്ടാനായോ കൊടുക്കാനായോ. ഓക്കെ, ഇനി ക്യാഷ് അക്കൗണ്ടിങ് ആണെന്നുണ്ടെങ്കിൽ, ക്യാഷ് അക്കൗണ്ടിങ് മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ, റവന്യൂ ആൻഡ് എക്സ്പെൻസസ് അല്ലേ? എപ്പോഴാണ് റെക്കോർഡ് ചെയ്യുക? ഓൺലി വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ് ഓർ പെയ്ഡ്. ഓക്കെ, ക്യാഷ് എപ്പോഴാണോ കിട്ടിയത് അല്ലേ? റവന്യൂ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴാണോ ക്യാഷ് കിട്ടിയത് അപ്പോഴാണ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുക. ഇനി എക്സ്പെൻസ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴാണോ ഇത് പേ ചെയ്തത് ആ ടൈമിൽ എന്ത് ചെയ്യുള്ളൂ, ബുക്കിൽ റെക്കോർഡ് ചെയ്യുള്ളൂ അല്ലേ? ഇതാണ് എന്ത്, അക്രൂവൽ അക്കൗണ്ടിങ് ആൻഡ് ക്യാഷ് അക്കൗണ്ടിങ്. ഇനി നെക്സ്റ്റ് അടുത്ത് എന്താണ് ചോദിച്ചിട്ടുള്ളത്, വിച്ച് മെത്തേഡ് ഈസ് ബെറ്റർ? ഇതിനകത്ത് ഏത് മെത്തേഡാണ് ബെറ്റർ? ഓക്കെ, ഏത് മെത്തേഡിനായിരിക്കും? ഏത് മെത്തേഡാണ് ഫോളോ ചെയ്യാൻ പറയുന്നത്? അക്രൂവൽ അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് എ മോർ ആക്യുറേറ്റ് ഫിനാൻഷ്യൽ പിക്ചർ ആൻഡ് ഈസ് റിക്വയർഡ് ബൈ ഗ്യാപ്പ് അല്ലേ, ആൻഡ് IFRS ഫോർ ലാർജ് കമ്പനീസ്, വൈൽ ക്യാഷ് അക്കൗണ്ടിങ് ഈസ് സിമ്പിൾ ആൻഡ് യൂസ്ഡ് ബൈ സ്മോൾ ബിസിനസ് അല്ലേ? നോർമലി അക്കൗണ്ടിങ് കോൺസെപ്റ്റ് എന്താ പറയുന്നത്, ഏത് ഫോളോ ചെയ്യാനാണ് പറയുന്നത്? അക്രൂവൽ അക്കൗണ്ടിങ് ഫോളോ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ ചെറിയ ബിസിനസ്സൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാഷ് അക്കൗണ്ടിങ്ങും എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ബെറ്റർ ഏതാണ് എപ്പോഴും? അക്രൂവൽ അക്കൗണ്ടിങ് ആണ് ബെറ്റർ കേട്ടോ. അപ്പോൾ ഇതാണ് എന്ത്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഈസ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ?
എന്താണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ, അതേപോലെ എന്താണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ, നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് നോക്കാം അല്ലേ. എന്താണ്? ഇറ്റ് ഈസ് ദ മണി അവൈലബിൾ ഫോർ എ ബിസിനസ് ടു കവർ ഇറ്റ്സ് ഷോർട്ട് ടേം എക്സ്പെൻസസ് ആൻഡ് ഡെയിലി ഓപ്പറേഷൻസ് അല്ലേ. ഒരു ബിസിനസ്സിൽ ഇപ്പം എന്ത് ചെയ്യാണ്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്, ഒരു 10 lakh rupees വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വന്നു, ബിസിനസ്സിനകത്ത് 10 ലക്ഷം ക്യാഷ് വന്നു അല്ലേ. ക്യാഷ് 10 ലക്ഷം വന്നു, ക്യാപിറ്റൽ അതേപോലെ എത്ര, 10 ലക്ഷം. ഓക്കെ, ഇനി എന്ത് ചെയ്യും, ഈ ക്യാഷ് 10 ലക്ഷം വെച്ചിട്ട് എന്ത് ചെയ്യും, അവിടെ അസറ്റ്സ് പർച്ചേസ് ചെയ്യണം അല്ലേ, ഫിക്സ്ഡ് അസറ്റ് പർച്ചേസ് ചെയ്യണം, ബിൽഡിംഗ് വേണം, അല്ലെങ്കിൽ ഫർണിച്ചേഴ്സ് വേണം. അങ്ങനെ ഈ 10 ലക്ഷം വെച്ചിട്ട് എന്ത് ചെയ്യാം, അസറ്റ്സ് പർച്ചേസ് ചെയ്യാം. അതേപോലെ അവിടെ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യും, അത് വെച്ചിട്ട് എന്ത് ചെയ്യും, ഗുഡ്സ് സെയിൽ ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ 10 ലക്ഷം ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അസറ്റ് പർച്ചേസ് ചെയ്യാനും ബാക്കിയുള്ളതിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല. 10 ലക്ഷത്തിൽ എന്ത് ചെയ്യുക, ഒരു 8 lakh അല്ലെങ്കിൽ 9 lakh എന്ത് ചെയ്യുക, സ്പെൻഡ് ചെയ്യുക. എന്തിന്, ഫിക്സ്ഡ് അസറ്റ് പർച്ചേസ് ചെയ്യാനും ബാക്കിയുള്ളതിനൊക്കെ വേണ്ടിയിട്ട്. എപ്പോഴും എന്ത് ചെയ്യണം, ഏതൊരു ബിസിനസ്സിലും എന്ത് ചെയ്യണം, കുറച്ച് ഫണ്ട് മാറ്റി വെക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്, അവിടെ എന്ത് വരും, ഷോർട്ട് ടേം എക്സ്പെൻസസ് അല്ലെങ്കിൽ ഡെയിലി ഓപ്പറേഷൻസ് മീറ്റ് ചെയ്യാനൊരു ഫണ്ട് എന്ത് ചെയ്യണം, മാറ്റി വെച്ചിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ ആ ഒരു ഫണ്ടിനെയാണ് എന്ത് പറയുന്നത്, ബിസിനസ്സിനകത്ത് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ ആണോ. അപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുള്ള എന്താണ്, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഓർ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഒന്നുകൂടെ അക്കൗണ്ട്സിൻ്റെ ടേംസിൽ നമ്മൾ വരാമെന്നുണ്ടെങ്കിൽ എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ബിസിനസ്സിനകത്ത് എന്തുണ്ടാവും, കറണ്ട് അസറ്റ്സ് ഉണ്ടാവും അല്ലേ. എന്താണ് കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ, ലിക്വിഡ് ഫോമിലുള്ളത് അല്ലേ, പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന അസറ്റ്സിനെയാണ് എന്ത് പറയുന്നത്, കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് കറണ്ട് അസറ്റ്സ് വരുന്നത്, ക്യാഷ് ബാലൻസ് കറണ്ട് അസറ്റാണ്, ബാങ്ക് ബാലൻസ്, അക്കൗണ്ട്സ് റെസീവബിൾ അല്ലേ. എന്താ അക്കൗണ്ട്സ് റെസീവബിൾ പറഞ്ഞാൽ, നമ്മൾ ഗുഡ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ബിസിനസ് ഗുഡ്സ് ക്രെഡിറ്റിന് സെയിൽ നടത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ സെയിൽ നടത്തിയതിൻ്റെ എമൗണ്ട് തരാനുള്ള ഡെപ്റ്റേഴ്സിനാണ് എന്ത് പറയുന്നത്, അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സാണ് എന്ത്, ഈ അക്കൗണ്ട്സ് റെസീവബിൾ അല്ലേ. പിന്നെ ഇൻവെൻട്രി, സ്റ്റോക്ക്, നമ്മൾ വിൽക്കാൻ വേണ്ടി വെച്ച ഗുഡ്സ് സ്റ്റോക്ക്, അതിനാണ് എന്ത് പറയുന്നത്, ഇൻവെൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഒരു ബിസിനസ്സിലെ കറണ്ട് അസറ്റ്സ് ആണ്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാം അല്ലേടാ, ആണ്. അപ്പോൾ എന്താണ് നമുക്ക് നോക്കേണ്ടത്, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ എന്താണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ, അതിന് ഇക്വേഷൻ എന്താ പറയുന്നത്, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താ പറയുന്നത്, ടോട്ടൽ കറണ്ട് അസറ്റിനാണ് എന്ത് പറയുന്നത്, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു എക്സാമ്പിളിനകത്ത് ടോട്ടൽ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2,53,000 ആണ് അല്ലേ. ക്യാഷ് 50 ഉണ്ട്, ബാങ്ക് 60,000, അക്കൗണ്ട്സ് റെസീവബിൾ 75, ഇൻവെൻട്രി 68,000 അല്ലേ. അങ്ങനെ എല്ലാം കൂടെ ടോട്ടൽ 2,53,000 ആണ് എന്ത്, ടോട്ടൽ കറണ്ട് അസറ്റ്. അപ്പോൾ ഈ ഒരു ബിസിനസ്സിലെ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 2,53,000 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണെന്ത്, അത് ലിക്വിഡ് ഫോമിൽ കിടക്കുന്നതാണ്. ഡെയിലി ഓപ്പറേഷന് മീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫണ്ടിൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇതെടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത്, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇപ്പോൾ എന്തായിരിക്കും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ടോട്ടൽ കറണ്ട് അസറ്റ് 2,53,000 ഉണ്ട്. പക്ഷേ നമ്മൾ ഒരു കാര്യം കൂടെ നോക്കണം, എന്ത്, ഇതേപോലെ ഷോർട്ട് ടൈം പീരീഡ്ക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള ലാബിലിറ്റീസ് ഉണ്ടാവും. എന്തൊക്കെ ഷോർട്ട് ടൈം ലാബിലിറ്റീസ് ഏതൊക്കെ വരുന്നത്, സാലറി പേയബിൾ എക്സാമ്പിളാണല്ലേ, എക്സ്പെൻസ് പേയബിൾസ് ഉണ്ടാവും. പിന്നെ അതേപോലെ അക്കൗണ്ട്സ് പേയബിൾ, നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ക്രെഡിറ്റിന്, ഇവിടെ സെയിൽ നടത്തിയതാണ് പറഞ്ഞത്. അതേപോലെ ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, സപ്ലയറുടെ കയ്യിൽ നിന്ന് ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ എമൗണ്ട് കൊടുക്കാനുള്ളത് എന്തുണ്ട്, ഒരു 51,000 ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഷോർട്ട് ടൈം പീരീഡിൽ കൊടുത്ത് തീർക്കേണ്ട ലാബിലിറ്റീസാണ് അല്ലടാ. അപ്പോൾ അങ്ങനെ ടോട്ടൽ കറണ്ട് ലാബിലിറ്റി എത്രയുണ്ട്, 1,39,000 ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ കറണ്ട് അസറ്റ് മൈനസ് ടോട്ടൽ കറണ്ട് ലാബിലിറ്റീസ്. ഓക്കെ, അപ്പോൾ എത്രയാണ് ടോട്ടൽ കറണ്ട് അസറ്റ് എത്ര വരുന്നുണ്ട്, 2,53,000 വരുന്നുണ്ട്. പിന്നെ കറണ്ട് ലാബിലിറ്റീസ് എത്ര വരുന്നുണ്ട്, 1,39,000. അപ്പോൾ ബിസിനസ്സിൻ്റെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ്, 1,14,000 അല്ലേ. നമ്മുടെ കയ്യിൽ കറണ്ട് അസറ്റായിട്ട് എത്രയുണ്ട്, 2,53,000 ഉണ്ട്. പക്ഷേ ഇത് ഫുള്ളായിട്ട് സേഫ് എന്ന് പറയാൻ പറ്റുമോ, സേഫാണോ, അല്ല. നമ്മൾ എന്തുകൂടെ കരുതണം, ഈ ഒരു 1,39,000 അതിനകത്തുനിന്ന് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് അല്ലേ, ബാക്കിയുള്ള പോർഷൻ എന്താണ്, സേഫാണ്. അതിനാണ് എന്ത് പറയുന്നത്, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ ഒരു 1,14,000 നമുക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് എടുത്ത് സ്പെൻഡ് ചെയ്യാം അല്ലേ. ഇനി ഇപ്പോൾ ഷോർട്ട് ടൈം പീരീഡിലുള്ള എല്ലാ എമൗണ്ടും അല്ലെങ്കിൽ ഈ ഒരു ഷോർട്ട് ടൈം പേയബിൾസ് എല്ലാം കൂടെ ഒരുമിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര മതി, 1,39,000 മതി. നമ്മുടെ കയ്യിൽ എത്ര ഉണ്ട്, 2,53,000 വർക്കിംഗ് കറണ്ട് അസറ്റ് ഉണ്ട് ടോട്ടൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള പോർഷൻ, ഇത് മാറ്റി വെച്ചിട്ടുള്ള പോർഷൻ 1,14,000 എന്ത് പറയുന്നത്, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലാക്കുക എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ, എന്താണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് എന്താണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. എന്താ പറയുന്നത്,
ഹൗ ആർ ഇൻഡയറക്റ്റ് ടാക്സസ് ലൈക്ക് വാറ്റ് ഓർ GST അക്കൗണ്ടഡ് ഫോർ ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലേ? എന്താ പറയുന്നത്? ഇൻഡയറക്റ്റ് ടാക്സ് അല്ലേ? ഇപ്പോൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ അല്ലേ, ഇന്ത്യയിലാണെങ്കിൽ ഏതാണ്? GST. ഇനി ദുബായ്, സൗദി അറേബ്യയൊക്കെ ആണെങ്കിൽ വാറ്റ്. ഓക്കെ, അപ്പോൾ ഈ ടാക്സ് എമൗണ്ടിനെ എങ്ങനെയാണ് അക്കൗണ്ട്സിനകത്ത് ട്രീറ്റ് ചെയ്യുക? ഓക്കെ, ഇത് ഇൻ്റർവ്യൂവിൽ ടെക്നിക്കൽ ക്വസ്റ്റ്യനായിട്ട് കണ്ടുവരുന്നൊരു ക്വസ്റ്റ്യനാണ് കേട്ടത്. എന്നാൽ നോക്കാം അല്ലേ, നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യാം, ഇതും നോക്കാം. അപ്പോൾ ഏത് സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ ഏതിനാണ് അല്ലെങ്കിൽ ഏതിൻ്റെ മുകളിലാണ് ഈ ടാക്സസ് അപ്ലിക്കബിൾ ആവുന്നത്? സപ്ലൈ ബേസിലാണ് അല്ലേ? സപ്ലൈ ബേസിലാണ് ഈ ടാക്സ് അപ്ലിക്കബിൾ ആവുക. ഓക്കെ, ഇപ്പോൾ ഗുഡ്സ് വിൽക്കുകയാണ് അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യണം, ഈ സിറ്റുവേഷനിലാണ് എന്ത് വരിക, ആ ട്രാൻസാക്ഷൻസിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുക, ഇത് അപ്ലിക്കബിൾ ആവുക. ഇതാണ് എന്ത് ഇൻഡയറക്റ്റ് ടാക്സസ് അല്ലേ? എങ്ങനെയായിരുന്നു ഇൻഡയറക്റ്റ് ടാക്സ് വർക്ക് ചെയ്യുന്നത്? എങ്ങനെ വർക്ക് ചെയ്യുക? ഇപ്പോൾ കമ്പനി അല്ലേ, നമ്മൾ എന്ത് ചെയ്യുക, ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 50,000 ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 50,000 ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ മുകളിൽ എന്ത് വരും, ഒരു 15%, എക്സാമ്പിൾ ഒരു 15% എന്ത് വന്നു, വാറ്റ് വന്നു. 15% എന്ന് പറയുമ്പോൾ എത്രയാണ്, 7,500 എന്ത് വന്നു, വാറ്റ് വന്നു. അങ്ങനെ നിങ്ങൾ സപ്ലയർക്ക് കൊടുക്കേണ്ട ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്, 57,500 രൂപ കൊടുക്കണം അല്ലേ? പ്രൊഡക്റ്റിൻ്റെ വാല്യൂ എത്രയാണ്, 50,000 ആണ്. അതിൻ്റെ കൂടെ പ്ലസ് വാറ്റ് അല്ലെങ്കിൽ GST എത്ര, 7,500. അങ്ങനെ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ നിങ്ങൾ സപ്ലയർക്ക് കൊടുക്കേണ്ട എമൗണ്ട് എത്രയാണ്, 57,500. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ റെക്കോർഡ് ചെയ്തത് ശ്രദ്ധിച്ചോ? പർച്ചേസ് എന്താണ്, നമ്മളെ എക്സ്പെൻസ് അല്ലേ? ഗുഡ്സ് പർച്ചേസ് ചെയ്യാണ്, എവിടെ കാണിക്കണം, അല്ലെങ്കിൽ ആ അക്കൗണ്ടിന് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. എത്ര, 50,000. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, വാറ്റ് പേ ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ അതിനെന്ത് പറഞ്ഞിട്ട് കാണിക്കും, നമ്മൾ ഓൾറെഡി പേ ചെയ്യുന്ന വാറ്റാണ് അല്ലേ? പർച്ചേസിൻ്റെ ടൈമിൽ നമ്മൾ പേ ചെയ്യുന്ന ടാക്സ് അല്ലെങ്കിൽ എന്ത് പറയാം, GST. ഓക്കെ, അപ്പോൾ ഓൾറെഡി പേ ചെയ്തു. ആ പേ ചെയ്തതിന് നമുക്ക് എന്ത് പറയാം, ഇൻപുട്ട് ടാക്സ് ഇല്ലേ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇൻപുട്ട് വാറ്റ് എന്ന് പറയാം. ഓക്കെ ആണോ? ഇത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഔട്ട്പുട്ട് ലയബിലിറ്റിന് എന്ത് ചെയ്യാം, ഡിഡക്റ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ എന്ത് ക്രെഡിറ്റ് ചെയ്തു, ക്യാഷ് ഓർ ബാങ്കിന് എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ടോട്ടൽ 57,500 നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റിൽ കാണിക്കും അല്ലേ? അസറ്റ് കുറയാണ്, ക്യാഷ് ഓർ ബാങ്ക് ക്രെഡിറ്റിൽ കാണിച്ചു. ഇനി ഡെബിറ്റിൽ 50,000 എവിടെ കാണിച്ചു, പർച്ചേസ് അക്കൗണ്ട് കാണിച്ചു. ഇൻപുട്ട് വാറ്റ് പറഞ്ഞിട്ട് 7,500 കാണിച്ചു അല്ലേ? ഈ ഇൻപുട്ട് വാറ്റ് അല്ലെങ്കിൽ ഈ ഒരു അക്കൗണ്ട് നമ്മൾ എവിടെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് കാണിക്കുക, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഏത് ഹെഡിൻ്റെ അണ്ടറിൽ എവിടെയാണ്, ഇൻകം എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണോ അല്ലേ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണോ, അതോ ബാലൻസ് ഷീറ്റിലാണോ കാണിക്കുക? ശ്രദ്ധിക്കുക, ഇതെന്താണ്, എന്ത് അക്കൗണ്ടാണ്? അതാണ് പറയുന്നത് ഇൻപുട്ട് വാറ്റ് എന്താണ്, നമുക്കൊരു അസറ്റാണ് അല്ലേ? ബിസിനസ്സിൽ എന്താണ്, അസറ്റാണ്. എന്ത് അസറ്റാണ്, കറൻറ്റ് അസറ്റാണ്. ഓക്കെ, അല്ലാണ്ട് എന്തായിട്ട് കാണിക്കരുത്, ഇത് എക്സ്പെൻസായിട്ട് കാണിക്കരുത്. കാരണം എന്താടാ, ഇത് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്, ഒരു അഡ്വാൻസ് ആയിട്ട് ഗവൺമെൻറ്റിക്ക് പേ ചെയ്ത പോലെ ട്രീറ്റ് ചെയ്യും. ഓക്കെ, അതന്നെയല്ലേ ആക്ച്വലി നടക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഗവൺമെൻറ്റിക്ക് ഡയറക്റ്റായിട്ട് പേ ചെയ്യുന്നുണ്ടോ? ഇല്ല, അതാർക്ക് കൊടുത്തു, സപ്ലയർക്ക് കൊടുത്തു അല്ലേ? സപ്ലയർക്ക് 50,000 കൊടുത്താൽ മതി നമ്മൾ ശരിക്കും, പക്ഷെ നമ്മൾ വാറ്റും കൂടെ കൊടുത്തു. എത്ര, 7,500. ഓക്കെ, അങ്ങനെ ടോട്ടൽ 57,500 കൊടുത്തു. ഇനി ഈ 7,500 ആര് ഗവൺമെൻറ്റിക്ക് പേ ചെയ്തോളും, സപ്ലയർ പേ ചെയ്തോളും. അതാണെന്ത്, ഇൻഡയറക്റ്റ് ടാക്സ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം, പർച്ചേസ് അക്കൗണ്ടിൽ 50,000 മാത്രം കാണിക്കും, ഇൻപുട്ട് വാറ്റിൽ 7,500 കാണിക്കും. ഇൻപുട്ട് വാറ്റ് അക്കൗണ്ട് എന്ത് അക്കൗണ്ടാണ് നമ്മൾ പറഞ്ഞു, അസറ്റ് അക്കൗണ്ടാണ്, കറൻറ്റ് അസറ്റ് അക്കൗണ്ടാണ്. നമ്മൾ ബിസിനസ് അഡ്വാൻസ് ആയിട്ട് ടാക്സ് പേ ചെയ്ത പോലെയാണ് എന്ത് ചെയ്യുക, ഈ ഒരു അക്കൗണ്ടിനെ ട്രീറ്റ് ചെയ്യുക. ഓക്കെ ആണടാ? ഓക്കെ, അങ്ങനെ പർച്ചേസൊക്കെ നടത്തി. ഇനി അടുത്ത ട്രാൻസാക്ഷൻ എന്തായിരിക്കും, സെയിൽ അല്ലേ? ഇനി ഇങ്ങനെ നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ഇനി വിൽക്കണം അല്ലേ? ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, സെയിൽ നടത്തുന്നുണ്ട്. എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ് എത്ര രൂപേൻ്റെ ഗുഡ്സാണ് സെയിൽ ചെയ്യുന്നത്, 80,000-നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെയിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെയിൽ എമൗണ്ട് ആയിട്ട് നമുക്ക് എത്ര കിട്ടിയാൽ മതി, 80,000 കിട്ടിയാൽ മതി. പക്ഷേ കസ്റ്റമർ കയ്യിൽ നിന്ന് 80,000 വാങ്ങിച്ചാൽ മതിയോ, പോരാ. ഇതിൻ്റെ മുകളിൽ 80,000-ൻ്റെ മുകളിൽ 15% എത്ര വരും, 12,000 വരും. എന്തായിട്ടും കളക്ട് ചെയ്യണം, വാറ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സും കളക്ട് ചെയ്യണം. ഒന്നെങ്കിൽ വാറ്റ് അല്ലെങ്കിൽ GST. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ കയ്യിൽ നിന്ന് ടോട്ടൽ എത്ര എമൗണ്ട് കിട്ടേണ്ടിയിരുന്നു, അല്ലെങ്കിൽ കിട്ടണം 80,000 പ്ലസ് 12,000 എത്ര വരും, 92,000. 92,000 എന്ത് ചെയ്യും, ആരെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യും, കസ്റ്റമർ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ എൻട്രി വരിക, അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് വരിക, ക്യാഷ് ഓർ ബാങ്കിലെ അസറ്റാണ്, കൂടും. എത്ര കൂടും, 92,000 കൂടും. ഇനി ഏത് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും, സെയിൽസ്. എന്ത് അക്കൗണ്ടാണ്, ഇൻകം അക്കൗണ്ടാണ്. ഓക്കെ, ടു സെയിൽസ്. ഇനി ക്രെഡിറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, 12,000 എവിടെ കാണിക്കും, ക്രെഡിറ്റിൽ കാണിക്കും. അതൊക്കെ ഈ ഔട്ട്പുട്ട് വാറ്റ് അല്ലെങ്കിൽ സെയിലിന് മുകളിൽ കിട്ടുന്ന ഈ 12,000 റുപ്പീസ്, ഇത് നമ്മളെ ബിസിനസ്സിൽ ഇൻകം എന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ പറ്റുമോ, പറ്റൂല. കാരണം എന്താണ്, ഇത് നമുക്കുള്ള ഇൻകാണോ, ഇത് നമുക്കുള്ള എമൗണ്ട് ആണോ, അല്ല. ഇത് ആർക്ക് കൊടുക്കാനുള്ളതാണ്, നമ്മൾ ഗവൺമെൻറ്റിക്ക് കൊടുക്കാനുള്ളതാണ്. അതാരെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാണ്, കസ്റ്റമർ കയ്യിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യാണ്
അപ്പോൾ നമ്മൾ കസ്റ്റമർ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എമൗണ്ട്. അപ്പോൾ അത് നമ്മൾ ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മളെ പോക്കറ്റിൽ ഇടാൻ പറ്റുമോ? അത് പറ്റൂല. അത് കസ്റ്റമർ നമ്മൾ കയ്യിൽ തന്നിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഗവൺമെൻറ്റിന് പേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തന്നിക്കണം അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു എമൗണ്ട് കിട്ടിയത് നമുക്ക് എന്താണ്, അല്ലെങ്കിൽ ബിസിനസ്സിന് എന്താണ്, ഒരു ബാധ്യതയാണ് അല്ലേ, ലയബിലിറ്റിയാണ്. അപ്പോൾ എന്ത് ലയബിലിറ്റിയാണത്? കറൻറ്റ് ലയബിലിറ്റിയാണ്. ഓക്കെ ആണോ? അപ്പോൾ ഓൾറെഡി നമ്മൾ പേ ചെയ്തത് എന്തായിട്ട് കാണിച്ചു? ഓൾറെഡി നമ്മൾ പേ ചെയ്തു. ഡയറക്റ്റായിട്ട് പേ ചെയ്തോ? ഇല്ല. ആർക്ക് കൊടുത്തു? സപ്ലയർക്ക് കൊടുത്തു. അതിന് നമ്മൾ എന്ത് കാണിച്ചു? അസറ്റ് അല്ലെങ്കിൽ കറൻറ്റ് അസറ്റായിട്ട് കാണിച്ചു. ഇനി അതേപോലെ നമ്മൾ കസ്റ്റമർ കയ്യിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 12,000 കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ, നമ്മളെ കയ്യിലുണ്ട്. അങ്ങനെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായത്? ബിസിനസ്സിന് എന്തായത്? ബാധ്യതയായി. അപ്പോൾ 2 അക്കൗണ്ടാണ് ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ആയത്. പർച്ചേസിൻ്റെ ടൈമിൽ ഒരു അസറ്റ് അക്കൗണ്ട് അല്ലേ, കറൻറ്റ് അസറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ആയി. സെയിൽസിൻ്റെ ടൈമിൽ ഒരു കറൻറ്റ് ലയബിലിറ്റി അക്കൗണ്ടും ക്രിയേറ്റ് ആയി. നമ്മൾ ഓൾറെഡി പേ ചെയ്ത് എത്രയാണ്? 7,500. നമ്മളിനി വാങ്ങി വെച്ചത് അല്ലേ, ഗവൺമെൻറ് കൊടുക്കാൻ വേണ്ടി കസ്റ്റമർ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചത് എത്രയുണ്ട്? 12,000 ഉണ്ട് അല്ലേടാ. ഇനി ഈ 12,000 ഫുള്ളായിട്ട് നമ്മൾ ഗവൺമെൻറ്റിക്ക് പേ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കസ്റ്റമർ കയ്യിൽ നിന്ന് നമ്മൾ 12,000 വാങ്ങിച്ചു അല്ലേ, സെയിലിൻ്റെ മുകളിൽ 12,000 കൂടെ കൂട്ടി വാങ്ങിച്ചിട്ടുണ്ട്. ഇനി 92,000 ഉണ്ട്. ഇനി 12,000 ഫുള്ളായിട്ട് ഗവൺമെൻറ്റിക്ക് പേ ചെയ്യണോ? അത് വേണ്ട അല്ലേ. കാരണം എന്താണ്? ഓൾറെഡി നമ്മൾ 7,500 കൊടുത്തല്ലോ. അപ്പോൾ അതിനാണ് എന്ത് പറയുന്നത്? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയാം അല്ലേ. അഡ്വാൻസ് എമൗണ്ട് നമ്മൾ ഓൾറെഡി അവിടെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചിട്ട് 12,000 നിന്ന് 7,500 കുറച്ച് ബാക്കി 4,500 എന്ത് ചെയ്താൽ മതി? നമ്മളിനി ഗവൺമെൻറ്റിക്ക് പേ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ അതിനാണ് എന്ത് പറയുന്നത്? നെറ്റ് അല്ലെങ്കിൽ നെറ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ നെറ്റ് ലയബിലിറ്റിക്ക് ഒരു എൻട്രി നമ്മൾ പാസ് ചെയ്യേണ്ടടാ. ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മളെ അക്കൗണ്ടിനകത്ത് എന്തുണ്ട്? ഒരു അസറ്റ് അക്കൗണ്ട് കിടക്കുന്നുണ്ട്, കറണ്ട് അസറ്റ് അക്കൗണ്ട് കിടക്കുന്നുണ്ട്, അതേപോലെ ലയബിലിറ്റി അക്കൗണ്ടും കിടക്കുന്നുണ്ട്. ഇത് ഒഴിവാക്കണ്ടേ? ബുക്കൊന്നും ഒഴിവാക്കണം. അപ്പോൾ നോക്കുക, അടുത്ത് എന്താ പറയുന്നത്? നെറ്റ് എമൗണ്ടിൻ്റെ എൻട്രി എങ്ങനെ വരുന്നതിൽ നോക്കാം കേട്ടോ. എന്തുണ്ട്? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഡിഫറൻസ് ആയിട്ട് വരുന്ന എമൗണ്ട് അല്ലേ, 12,000 കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുള്ളി നമ്മൾ ഗവൺമെൻറ്റിക്ക് പേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അതിന് 7,500 കുറച്ച് ബാക്കിയുള്ള 4,500 ഗവൺമെൻറ്റിക്ക് നമ്മൾ എന്ത് ചെയ്താൽ മതി? ക്യാഷ് ആയിട്ട് ഇനി പേ ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ആ 4,500 കൊടുക്കുന്നത് കാണിക്കണം. അതേപോലെ തന്നെ ഇനി ഈ ഒരു കറണ്ട് അസറ്റ് അല്ലേ, അതായത് ഇൻപുട്ട് വാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബുക്കിൽ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതേപോലെ ഔട്ട്പുട്ട് വാറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഈ 2 അക്കൗണ്ട് ക്യാൻസൽ ചെയ്യും വേണം അല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടെ എങ്ങനെ അല്ലേ, എങ്ങനെയാണ് എൻട്രി ആയിട്ടില്ലേ നമ്മൾ പാസ് ചെയ്യുക ബുക്കിനകത്ത് അല്ലെങ്കിൽ അക്കൗണ്ട്സിനകത്ത് എങ്ങനെ കാണിക്കുക എന്നുള്ളതാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കിക്കോ, നെറ്റ് എമൗണ്ട് എന്താ പറയുന്നത്? ശ്രദ്ധിക്കുക. ഇതേത് അക്കൗണ്ട്? ഇൻപുട്ട് വാറ്റ് കറണ്ട് അസറ്റ് അക്കൗണ്ടാണ്. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നേരെ ഓപ്പോസിറ്റ് എഫക്റ്റ് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ അസറ്റ് അക്കൗണ്ടാണ്, ഡെബിറ്റ് ബാലൻസ് ആണ് നോർമലി. അതിനെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് കൊടുത്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യാം? ഇൻപുട്ട് വാറ്റ് അക്കൗണ്ട് എവിടെ കാണിച്ചു? ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചു. ഇനി ഇവിടെ ഔട്ട്പുട്ട് വാറ്റ് അക്കൗണ്ട് എന്ത് അക്കൗണ്ടാണ്? കറണ്ട് ലയബിലിറ്റി അക്കൗണ്ടാണ് അല്ലേ. ലയബിലിറ്റി അക്കൗണ്ട് ക്ലോസ് ചെയ്യണമെങ്കിൽ ഏത് ബാലൻസ് കൊടുത്താൽ മതി? ഡെബിറ്റ് ബാലൻസ് കൊടുത്താൽ മതി. അപ്പോൾ എങ്ങനെ വരും? ഡെബിറ്റിൽ ഔട്ട്പുട്ട് വാറ്റ് എത്ര? 12,000. ഇനി ക്രെഡിറ്റിൽ ഇൻപുട്ട് വാറ്റ് എത്ര? 7,500. ഓക്കെ. അപ്പോൾ ഡെബിറ്റ് ടോട്ടൽ എത്ര ഉണ്ട്? 12,000 ഉണ്ട്. ക്രെഡിറ്റിൽ എത്ര ആയിട്ടുള്ളൂ? 7,500 ആയിട്ടുള്ളൂ. ബാക്കി 4,500 എന്ത് ചെയ്യണം? കയ്യിൽ നിർത്തി കൊടുക്കണം. അപ്പോൾ ലയബിലിറ്റി അക്കൗണ്ട് എന്ത് ചെയ്തു? ക്ലോസ് ആയി. അതിക്ക് എത്ര സെറ്റ് ഓഫ് ചെയ്തു? 7,500 ഓൾറെഡി നമ്മൾ കൊടുത്തത് എന്ത് ചെയ്തു? സെറ്റ് ഓഫ് ചെയ്തു. ബാലൻസ് കൊടുക്കാനുള്ള എന്ത് ചെയ്തു? കയ്യിൽ നിന്ന് എടുത്തിട്ട് കൊടുത്തു 4,500. ഇപ്പോൾ എങ്ങനെ എൻട്രി വന്നത്? ഔട്ട്പുട്ട് വാറ്റ് 12,000 അക്കൗണ്ട് ഡെപ്റ്റർ അല്ലേ, ടു ഇൻപുട്ട് വാറ്റ് ടു ബാങ്ക്. ഓക്കെ ആണോടാ. ഇനി ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നെറ്റ് കൊടുക്കാനുള്ള എമൗണ്ട് കൊടുക്കുന്ന കേസിലാണെങ്കിൽ ഈ ഒരു എൻട്രി വരും, നോർമൽ എൻട്രി വരും അല്ലേ. ഇനി നേരെ നമുക്ക് വേറെ കേസ് നോക്കാം. ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇയർ എൻഡാണ്. ഓക്കെ. ഇയർ എൻഡ് ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ 31 മാർച്ച് ഓക്കെ, അല്ലെങ്കിൽ 31 ഡിസംബർ ഇയർ എൻഡ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ആ ഒരു ലാസ്റ്റ് മാസത്തെ അല്ലെങ്കിൽ ലാസ്റ്റ് ക്വാർട്ടറിലെ എമൗണ്ട് ഇതേപോലെ കൊടുക്കാനുണ്ടാവും അല്ലേ. ക്വാർട്ടർലി അല്ലെങ്കിൽ മന്ത്ലിയാണ് എന്ത് ചെയ്യുക? റിട്ടേൺസ് ഫയൽ ചെയ്യുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനി. ഓക്കെ. അപ്പോൾ ഇവരുടെ ഫിനാൻഷ്യൽ ഇയർ ജനുവരി ടു ഡിസംബറാണ്. ഓക്കെ. അപ്പോൾ ഇവർ വാറ്റ് ഫയൽ ചെയ്യേണ്ടത് ലാസ്റ്റ് ക്വാർട്ടറിൻ്റെത് ഫയൽ ചെയ്യേണ്ടത്. ഇപ്പോൾ ലാസ്റ്റ് ക്വാർട്ടർ പറയുമ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ അല്ലേ. ഈ ക്വാർട്ടറിലെ വാറ്റ് റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടത് ജനുവരിയിലാണ്. ഓക്കെ. അപ്പോൾ ജനുവരിയിൽ എന്ത് ചെയ്യുള്ളൂ? ഈ ഒരു എൻട്രി പാസ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെ? ഔട്ട്പുട്ട് വാറ്റ് ഡെബിറ്റ് ചെയ്യണം, ക്രെഡിറ്റ് ഇൻപുട്ട് വാറ്റ് നെറ്റ് എമൗണ്ട് നമ്മൾ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുന്നുള്ളൂ? ജനുവരിയിൽ ഈ ഒരു എൻട്രി പാസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്താ സംഭവിക്കുക? ആ ഒരു ഇയറിൽ ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഒരു ക്വാർട്ടർ 2024 അപ്പോൾ 2024 ലാസ്റ്റ് ക്വാർട്ടർ വാറ്റ് റിട്ടേൺ നെക്സ്റ്റ് ഇയർ അല്ലേ 25 ജനുവരിയിലാണ് എന്ത് ചെയ്യുക? ഫയൽ ചെയ്യുക. അപ്പോൾ 24 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് എന്തുണ്ടാവും? ഔട്ട്പുട്ട് വാറ്റ് എന്ന് പറഞ്ഞിട്ട് ലയബിലിറ്റി സൈഡിൽ 12,000 ഉണ്ടാവും, ഇൻപുട്ട് വാറ്റ് പറഞ്ഞിട്ട് അസറ്റ് സൈഡിൽ 7,500 ഉണ്ടാവും. ഈ ഒരു എൻട്രി എപ്പോഴേ കാണിക്കുള്ളൂ? ജനുവരിയിലേ കാണിക്കുള്ളൂ. ജനുവരി എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഇയർ ആയി. ഓക്കെ ആണോടാ. അപ്പോൾ എങ്ങനെയാണ് എന്ത് വരിക?
എന്തിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് വരിക? ഇൻഡയറക്റ്റ് ടാക്സസ് അല്ലേ? ഏതൊക്കെയാണ്? വാറ്റ്, GST.